Guys, welcome back. ഇന്ന് നമ്മുടെ Dominar 250 റിയർ സ്റ്റോക്ക് ടയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ Dominar 250 എടുത്തിട്ട് 1 ഇയർ ആവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 8500 കിലോമീറ്ററാണ് ഓടിയത്. 8500 കിലോമീറ്റർ ഓടിയപ്പോൾ തന്നെ ഇതിൻ്റെ റിയർ സ്റ്റോക്ക് ടയറിൻ്റെ സെൻറ്റർ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് തേഞ്ഞ് തീർന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് TVSൻ്റെ യൂറോ ഗ്രിപ്പ് എന്ന് പറയുന്ന ടയറാണ്. അപ്പോൾ ആ ഒരു സ്റ്റോക്ക് ടയറിന് നമുക്ക് കിട്ടിയിരിക്കുന്ന ലൈഫ് എന്ന് പറയുന്നത് 8500 കിലോമീറ്ററാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു 500 കിലോമീറ്റർ കൂടെയൊക്കെ ഓടാൻ പറ്റും. പക്ഷേ ഇപ്പോൾ തന്നെ ബൈക്ക് അത്യാവശ്യം സ്കിഡായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒക്കെ ചെറിയ ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കോഴിക്കോടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് ടയർ വരുന്നത് 130, 70, 17 അപ്പോൾ നമ്മളൊരു 140, 70, 17 അപ്ഗ്രേഡ് ചെയ്യാനാണ് നോക്കുന്നത്. പിന്നെ ടയർ ചേഞ്ച് ചെയ്യുന്ന കേസിൽ നമ്മളിപ്പോൾ 3 ബ്രാൻഡിൻ്റെ ടയറാണ് ചെക്ക് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ Dominar 250 റിയർ ടയർ അതായത് 140, 70, 17 ടയേഴ്സിൻ്റെ ഡീറ്റെയിൽസും പ്രൈസും ഒക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് കോഴിക്കോടുള്ള മുക്കം ടയേഴ്സ് എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ്. ഇപ്പോൾ അതിലുള്ള 130 140 മാറ്റിയൂടെ? എങ്ങനെ? അല്ല 140 ഇടുന്നതിന് കുഴപ്പമില്ല. 140 എല്ലാവരും കോമൺ ആയിട്ട് ഇടുന്നുണ്ട്. അല്ല അത് ഫിറ്റ് ചെയ്യുമ്പോൾ തന്നെ അറിഞ്ഞൂടെ? ഞാൻ പറഞ്ഞു 150. ഏതിൻ്റെയൊക്കെയാണ് ടയറുള്ളത്? ഇവിടുന്ന് ഫിറ്റിംഗ് ഇല്ല. എങ്ങനെ? ഓ ആ ഗൈസ്, നമ്മൾ മുക്കം ടയേഴ്സിൽ ചെക്ക് ചെയ്ത ടൈമിൽ അവിടെ മിഷ്ലിനും അപ്പോളോയും റേഡിയൽ ടയർ സ്റ്റോക്കില്ല. നൈലോൺ ടയർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ടൗണിൽ 1-2 സ്ഥലത്ത് ചോദിച്ചപ്പോൾ എവിടെയും റേഡിയൽ ടയർ അവൈലബിൾ അല്ല 140 സൈസിൽ. പിന്നെ ഒരു ഷോപ്പിൽ അപ്പോളോ അവൈലബിൾ ആണ്. നമുക്ക് റേറ്റ് പറഞ്ഞത് ഏകദേശം 3400 രൂപയാണ് ഫിറ്റിംഗ് അടക്കം. നമ്മൾ അതിലും കുറഞ്ഞ റേറ്റിൽ എവിടെയെങ്കിലും കിട്ടുമെന്ന് അന്വേഷിച്ച് ഇറങ്ങിയാണ്. അപ്പോൾ നമ്മൾ Dominar 400 ടയർ ചേഞ്ച് ചെയ്ത് തഹാനി ടയേഴ്സ് എന്ന് പറഞ്ഞ മുക്കത്തുള്ള ഷോപ്പിൽ ചോദിച്ച സമയത്ത് അവിടെ 3250 അപ്പോളോയ്ക്ക് റേറ്റ് പറഞ്ഞത്. സിയറ്റ് ആണെങ്കിൽ 3100. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് എരഞ്ഞിമാവ് ഒരു ഹോൾസെയിൽ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ പോയി അന്വേഷിച്ച് നോക്കാം എത്രത്തോളം റേറ്റ് കുറഞ്ഞ് കിട്ടുന്നുള്ളത്. അപ്പോൾ മിഷ്ലിൻ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ടൗണിൽ പോയി അന്വേഷിച്ചത്. അപ്പോൾ എവിടെയും മിഷ്ലിൻ സ്റ്റോക്കില്ല. ഇപ്പോൾ 8573 കിലോമീറ്ററാണ് ഇപ്പോൾ ഓടിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ടയർ യൂറോ ഗ്രിപ്പിൻ്റെ ആണ്. സൈസ് വരുന്നത് 130, 70, 17 ഡോമിനാറിൻ്റെ ബാക്ക് ടയർ. Dominar 250 140, 70, 17 അപ്പോൾ അതിലുള്ളത് 130. നമുക്ക് 140 ആക്കാൻ വേണ്ടി ബാക്ക് 70, 17 ഏതൊക്കെയാണ് ഉള്ളത്? അപ്പോളോയാ? എന്താ റേറ്റ് വരാ? ഇത് റേഡിയലല്ലേ? റേഡിയലില്ല. ഓക്കെ, അതൊന്ന് കാണിച്ചു തരുമോ? റേഡിയൽ മതി. ഗൈസ്, അപ്പോൾ നമ്മൾ അപ്പോളോ ആൽഫ S1 ആണ് എടുത്തത്. ഗൈസ്, അപ്പോൾ നമ്മൾ ടയർ എടുത്തു. നമ്മൾ അപ്പോളോയുടെ ആൽഫ S1 ആണ് എടുത്തത്. റേറ്റ് വന്നത് 2950 ഇത്രയും കുറഞ്ഞ റേറ്റ് നമ്മളോട് എവിടെ നിന്നും പറഞ്ഞില്ല. അപ്പോൾ അപ്പോളോടെ റേഡിയൽ ടയറാണ് എടുത്തത്. അപ്പോൾ ഇവിടുന്ന് ടയർ ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ചേഞ്ച് നമ്മൾ വേറെ ഷോപ്പിൽ പോയി ചെയ്യണം. എന്നാലും ലാഭമാണ്. 2950 ടയറിനും ചേഞ്ച് ചെയ്യാൻ ഏറിപ്പോയാൽ 100 രൂപയാവും.
ടയറൊന്ന് മാറ്റുക. ടയർ ഗൈസ്, അപ്പോൾ നമ്മൾ വാങ്ങിയ ടയർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഷോപ്പിൽ ചോദിച്ചെങ്കിലും ആരും അത് ഫിറ്റ് ചെയ്ത് തരാൻ റെഡി ആയിരുന്നില്ല. അപ്പോൾ ലാസ്റ്റ് നമുക്കിവിടെ ഓമശ്ശേരി നീലേശ്വരം എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് ഒരു ഷോപ്പുണ്ട്, വീൽ സ്പോട്ട് എന്ന് പറഞ്ഞാൽ, അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അത് എവിടെയാണ് ഷോപ്പ്? വീൽ സ്പോട്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ടയർ ചേഞ്ച് ചെയ്ത് ഇറങ്ങി. നമുക്ക് വന്ന ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ടയറിന് 2950 പ്ലസ് ഇവിടെ ഇപ്പോൾ ചേഞ്ച് ചെയ്തതിനൊരു 150 രൂപയും കൊടുത്തു. അപ്പോൾ നൈട്രജനാണ് നമ്മൾ ഫില്ല് ചെയ്തത്. അപ്പോൾ എല്ലാം കൂടെ ടോട്ടൽ ഇപ്പോൾ നമുക്ക് എക്സ്പെൻസ് വന്നത് 3100 അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ടയർ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയുണ്ട്. അത് ചേഞ്ച് ചെയ്ത് തരാൻ അധികം ഷോപ്പും റെഡി ആയിരുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ നീലേശ്വരത്തുള്ള വീൽ സ്പോട്ട് എന്ന് പറഞ്ഞ ഷോപ്പാണ് ചെയ്തു തന്നത്. ഗൈസ്, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഡോമിനാർ 250 ടയർ ചേഞ്ചിൻ്റെ വീഡിയോ.